നമ്മുടെ നാട്ടിൽ കുറേ ബിസിനസ്സുകൾ ചെയ്തു വരാറുണ്ട്. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ബിസിനസ് ചെയ്യുന്ന രീതികളെയും കുറച്ച് ബിസിനസ്സിൻ്റെ ടൈപ്പുകളും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ബിസിനസ്സുകളാണ് ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിന് പുറമെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ദെൻ പാർട്ട്ണർഷിപ്പിൻ്റെ തന്നെ ഒരു മോഡേൺ വേർഷൻ എന്ന് പറഞ്ഞിട്ട് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഇൻ ഷോർട്ട് LLP എന്ന് നമുക്ക് പറയാം. ദെൻ അതിന് പുറമെ കമ്പനി എന്ന് പറയുന്ന രീതിയിലുള്ള ബിസിനസ് രീതികൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ മെയിൻലി കണ്ടുവരുന്ന 4 ബിസിനസ് രീതികളാണ് ഉള്ളത്. ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ അസറ്റ്സും അയാളുടെ പൈസ കൊണ്ട് സ്വന്തമായിട്ട് തുടങ്ങുന്ന ഒരു ബിസിനസ്സാണ്. അതിനെ പ്രത്യേകിച്ച് ഗവേൺ ചെയ്യാൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നിയമങ്ങൾ ഒന്നുമില്ല. അതിന് ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിന് വേണ്ട ലൈസൻസ് റിക്വയർമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ ഒരു ബിസിനസ്സിനെ സ്പെസിഫൈ ചെയ്തിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് നിയമങ്ങൾ ഇന്ത്യയിലില്ല. ദെൻ രണ്ടാമത്തെ വരുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു ബിസിനസ് ചെയ്ത് ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ബിസിനസ്സാണ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് തന്നെയുണ്ട്. അപ്പം അതിൻ്റെ ബേസിസിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും അതിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ വരുന്ന ഒരു മോഡേൺ വേർഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും ഒരു പാർട്ട്ണർഷിപ്പിനെ പോലെ തന്നെയാണ്. 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ കൂടി തുടങ്ങുന്ന ബിസിനസ്സാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും. പക്ഷേ അത് പാർട്ട്ണർഷിപ്പുമായിട്ട് വ്യത്യാസം വരുന്നത് 2 രീതിയിലാണ് വരുന്നത്. ഒന്ന്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനെ ഗവേൺ ചെയ്യുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 ആണ്. അതിന് പുറമെ പാർട്ട്നേഴ്സിൻ്റെ ബാധ്യതകളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി, അതായത് ബാധ്യതകൾ അൺലിമിറ്റഡ് ആണ്. സപ്പോസ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫെയിലിയറായി ഇപ്പം കടം കയറി പൂട്ടേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ കടങ്ങൾ ചിലപ്പം പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസൊക്കെ എടുത്ത് എന്ത് ചെയ്യേണ്ടി വരും, കൊടുത്ത് വീട്ടേണ്ടി വരും. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിന് അങ്ങനെയുള്ളൊരു ബാധ്യതകൾ സ്വന്തം പേഴ്സണൽ പ്രോപ്പർട്ടീസ് എടുത്ത് വീടേണ്ട ഒരവസ്ഥ എന്ത് ചെയ്യില്ല, വരാനുള്ള ചാൻസസ് ഇല്ല. അതുകൊണ്ടാണ് പേരിൽ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനെ ഗവേൺ ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് ആക്ട് ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008. ദെൻ നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് നോർമലി കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് കമ്പനികളുടെ ബിസിനസ്സും അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് ആക്ട് 2030 എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനി എന്ന് പറയുന്ന ബിസിനസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കമ്പനി നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ റിലയൻസ്, ടാറ്റ അങ്ങനെയുള്ള കുറേ കമ്പനീസുകളുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലും കുറേ കമ്പനീസുകളൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. അപ്പം ബേസിക്കലി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് ഇത് 4 ഒന്ന് പാർട്ട്ണർഷിപ്പാണ്, രണ്ടാമത്തെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പാണ്, മൂന്നാമത്തെ വരുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, 4ാമത്തെ വരുന്നത് കമ്പനി.